ഹലോ എല്ലാവർക്കും എൻ്റെ പുതിയൊരു വ്ളോഗിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുകയാണ്. ഞാനും സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ ഇന്ന് രാവിലെ മുതൽ വൈകുന്നേരം വരെയുള്ള കുറച്ച് വിശേഷങ്ങളും നല്ല നല്ല റെസിപ്പികളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതാ രാവിലെ തന്നെ ഞാൻ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇന്ന് രാവിലെ ചായ കുടിയും കാപ്പി കുടിയും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് അങ്ങനെ ചായയും കാപ്പിയൊന്നും കുടിക്കാറില്ല. തിളപ്പിച്ച വെള്ളം കാണും, അത് ആണ് കുടിക്കുക. അപ്പോൾ ഇന്നും അതുപോലെ കുടിച്ച് ദോശയും ചട്നിയൊക്കെ ഉണ്ടാക്കി അതൊക്കെ ഞാൻ ടേബിളിൽ കൊണ്ടുവയ്ക്കുകയാണ്. അപ്പോൾ രാവിലെ അവരൊക്കെ എണീറ്റ് ഇന്ന് ടി വി ആണ് രാവിലെ. ഇപ്പോൾ സ്ഥിരം ഇത് തന്നെ പരിപാടി. വേറെ ട്യൂഷനൊക്കെ വൈകിട്ടാണ്, അങ്ങനെ സ്കൂളിലൊന്നും പോകണ്ടല്ലോ, അങ്ങനെ ടി വിയൊക്കെ കാണുന്നത്. അപ്പോൾ ഞാൻ ദോശയും ചട്നിയും നമ്മുടെ ഉഴുന്ന് പൊടിയൊക്കെ എടുത്ത് ഡൈനിങ് ടേബിളിൽ വെച്ച് അവരെ വിളിക്കാൻ കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് സമയത്ത് കഴിച്ചാലേ ഉച്ചയ്ക്കുള്ളതും കറക്റ്റായിട്ട് കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ ദോശയും ചമ്മന്തിയൊക്കെ ഇതായി എടുക്കുകയാണ്. ഇപ്പം നമ്മുടെ ഈ വെള്ള ചമ്മന്തി ഇതുപോലത്തെ നമ്മുടെ ഉഴുന്ന് പൊടിയുണ്ടല്ലോ, അതും കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. ഉഴുന്ന് സാധാ നമ്മൾ വറുത്ത് അല്പം മുളക് പൊടിയും ഉപ്പും കൂടെ മാത്രം അരച്ച് നല്ല പൊടിച്ചെടുത്തത്. അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചിട്ടൊന്ന് സ്നാക്സ് ഉണ്ടാക്കാൻ വേണ്ടി രാവിലെ ഒന്ന് നമ്മൾ സാധാരണ പച്ചരി ഇട്ടല്ലേ നമ്മളെന്തെങ്കിലുമൊക്കെ. അപ്പം ഞാൻ ഇന്ന് വിചാരിച്ച് നമ്മൾ ചോറ് വയ്ക്കുന്ന അരി ഉണ്ടല്ലോ റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന, അപ്പോൾ അത് നമ്മൾ വെറുതെ ഇങ്ങനെ കളയില്ലേ. അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ അത് കുതിരാൻ വേണ്ടി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടിട്ട് പിന്നെ ഞാൻ അതാ പുറത്ത് വന്ന് ഒന്ന് ക്ലീനിങ്ങൊന്നും ചെയ്യാൻ നിന്നില്ല. എന്ന് വെച്ചാൽ വെയിലായ പിന്നെ പുറത്തിറങ്ങാനേ തോന്നില്ല. അതുകൊണ്ട് ഞാൻ ഇത് കഴിച്ച അവിടെ എന്താ വെളിയിലൊന്ന് ഇതാ പാവലൊക്കെ നല്ല പഴുത്ത് പോകണം കേട്ടോ. അത് വെയിലായതുകൊണ്ടായിരിക്കും. അത്രയും നല്ല സൈസൊന്നും ആയില്ല, പെട്ടെന്ന് പഴുക്കണം. അപ്പോൾ അത് ഇതാ മുളക് കണ്ട അത്രയ്ക്കും വെയിലാണ്. അങ്ങനെ മുളകും പാവലും ഒക്കെ ഞാൻ അതാ കട്ട് ചെയ്തെടുത്ത് കൊണ്ടുവന്ന് കേട്ടോ. നല്ല വലിയ സൈസാവണതാണ്, പക്ഷേ ഇത് പെട്ടെന്ന് പഴുത്ത് പോണ്, ചൂടായതുകൊണ്ടായിരിക്കാം. അങ്ങനെ അതൊക്കെ കട്ട് ചെയ്തെടുത്തിട്ട് നമ്മൾ രാവിലെ കഴിച്ച ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച പാത്രമൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകി വൃത്തിയാക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ രാവിലെ ഇത് ഇങ്ങനെ പുറത്തുള്ള ചെറിയ ചെറിയ ജോലിയൊക്കെ ചെയ്തിട്ട് അടുക്കളയ്ക്ക് കയറിയ കുഴപ്പമില്ല, വെയിലായാലും പിന്നെ പ്രശ്നമില്ല, നമുക്ക് കിച്ചണിൽ നിന്ന് അങ്ങ് ജോലി ചെയ്യാം. അങ്ങനെ ഞാൻ നമ്മൾ ഓരോ സാഹചര്യം അനുസരിച്ച് ജോലിയൊക്കെ ചെയ്യട്ടോ. അങ്ങനെ അതെല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് പിന്നെ വീട്ടിനകത്ത് കുറച്ച് പൊടി ഉണ്ടായിരുന്നു, മുടിയാണ് കേട്ടോ കൂടുതലും. തലമുടി ചെയ്യുമ്പോഴേ മുടി ഇങ്ങനെ കിടക്കും, അതൊക്കെ ഒന്ന് തൂക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഇന്ന് ക്ലീൻ ഇങ്ങനെ തുടപ്പ് അങ്ങനെയൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് തൂത്ത് വൃത്തിയാക്കി പൊടിയൊക്കെ മാറ്റി എടുത്ത് പിന്നെ ഉച്ചയ്ക്ക് ഇതാ ഞാൻ ചിക്കൻ ഉണ്ടായിരുന്നു, അപ്പോൾ അതൊന്ന് റോസ്റ്റാക്കി എടുക്കാമെന്ന് വിചാരിച്ച് എന്താ ഉരുളി അടുപ്പത്തേക്ക് വെച്ച് ഓയിൽ ഒഴിച്ച് അത് ചൂടാകുമ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ഒന്ന് ചതച്ചത് ഇട്ട് കൊടുക്കുക. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. മൂത്ത് വരുമ്പോൾ ഒരു 5 സവാള ഇതുപോലെ ചെറുതായിട്ട് ചോപ്പ് ചെയ്തതാണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തത്. അപ്പോൾ നമുക്കിതുപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുമ്പോൾ പെട്ടെന്ന് വാടി കിട്ടുകയും ചെയ്യും, നമുക്ക് ഗ്രേവി നല്ല തിക്കായിട്ട് കിട്ടുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നല്ലതായിട്ട് ചെറുതായിട്ട് ചോപ്പ് ചെയ്ത് അതിലേക്ക് ഉപ്പും കൂടി ഇട്ട് ഒന്ന് വഴറ്റിയെടുക്കട്ടെ. അതൊന്ന് വഴണ്ട് വരുമ്പം നമുക്ക് അല്പം ഓയിലും കൂടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യമേ കുറച്ചേ ഒഴിച്ചോളൂ, ഇനി കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് നമുക്കതിൽ പൊടികളൊന്ന് ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇതാ 2.25 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുത്ത്, പിന്നെ നമ്മുടെ കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിൽ അതില്ലേ, ഞാൻ സാധാ മുളക് പൊടി തന്നെ ഇട്ട് കൊടുത്തത്. അതും 2 സ്പൂൺ ഇട്ട് 1 സ്പൂൺ മഞ്ഞൾപ്പൊടിയും പിന്നെ ഗരം മസാല ഉണ്ടല്ലോ അതും കൂടെ ഇട്ട് നല്ലതായിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. മസാല എല്ലാം നല്ല പച്ച മണം മാറുന്നത് വരെ നല്ല ഫ്രൈ ചെയ്തെടുക്കുക. വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റിയ ഐറ്റമാണ് കേട്ടോ. ഇനി നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുള്ള ചിക്കൻ അതിലേക്കിട്ട് നല്ലതായിട്ട് മിക്സ് ചെയ്യുക. ഇനി മിക്സ് ചെയ്ത് മൂടി ഒരു 15 മിനിറ്റ് വയ്ക്കണം. നല്ലതായിട്ട് മിക്സ് ചെയ്ത് 15 മിനിറ്റ് കഴിഞ്ഞ് ഒന്ന് തുറന്ന് വെക്കുക കേട്ടോ. അപ്പോൾ അതാ ഈ പരുവായിട്ടുണ്ട്. ഇനി നമുക്ക് ചിക്കനിൽ ആവശ്യമുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക, ഇനി കുറച്ച് പച്ച വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക, പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇട്ട് വീണ്ടും ഒന്ന് മൂടി വയ്ക്കുക കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്പ് ആദ്യം സവാള വഴറ്റാൻ വേണ്ടി മാത്രമേ ഇട്ടുള്ളൂ, അതുകൊണ്ടാണ് ഇപ്പോൾ ഉപ്പ് ചേർത്ത് കൊടുത്തേട്ടാ. ചെക്ക് ചെയ്തിട്ട് ഇട്ട് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്ത് വീണ്ടും ഒരു 10 മിനിറ്റ് മൂടി വയ്ക്കുക. ആദ്യം 15 മിനിറ്റ് വയ്ക്കുക, പിന്നെ 10 മിനിറ്റ് മൂടി വയ്ക്കുമ്പോൾ നല്ല അടിപൊളി ചിക്കൻ കറി റെഡിയായി കണ്ടോ. നമുക്കിത് കഴിക്കാൻ സമയം അത് റോസ്റ്റ് പോലെ ആവും കേട്ടോ. അതിലിരുന്ന് ഉരുളിയിലിരുന്ന് നല്ല ചൂടിൽ നല്ല വറ്റി വരും. അങ്ങനെ അതൊക്കെ റെഡിയാക്കി മാറ്റി വെച്ചിട്ട് ഇനി നമുക്കൊരു പരിപ്പ് കറി ഉണ്ടാക്കാം. അതിന് ഉപ്പും മഞ്ഞളും ചേർത്ത് പരിപ്പൊന്ന് വേവാൻ വയ്ക്കുക കേട്ടോ. അത് കഴിഞ്ഞ് അത് വേവുന്ന സമയത്ത് അതിലുള്ള അരപ്പ് തേങ്ങയും ചെറിയ ഉള്ളിയും 2 അല്ലി വെളുത്തുള്ളി
ഗ്യാസിൻ്റെ പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ 2 അല്ലി വെളുത്തുള്ളി ഇട്ട് ജീരകവും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയൊക്കെ ഇട്ട് നല്ലതായിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ ഈ ചിക്കൻ റോസ്റ്റും പരിപ്പ് കറിയൊക്കെ ഉണ്ടാക്കി കുട്ടികൾ ചോറ് കഴിക്കുക, അതുകൊണ്ടാണ് ഞാൻ പരിപ്പ് കറി റെഡിയാക്കിയത്. ഇനി അത് അരച്ച് നമ്മുടെ പരിപ്പ് വെന്ത് വന്നതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. അത് നല്ലതായിട്ടൊന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. ഒത്തിരി അങ്ങ് തിളച്ച് പോലും. ചൂടായി വരുമ്പോൾ അതിലേക്ക് കടുകും കൂടെ താളിച്ച് ഒഴിക്കുക. അടിപൊളി പരിപ്പ് കറി റെഡിയായി കേട്ടോ. അപ്പോൾ ഇത് എല്ലാ കുട്ടികൾക്കും ഇഷ്ടമായിരിക്കും കേട്ടോ. ഇത് ഇഷ്ടമില്ലാത്ത കുട്ടികൾ കുറവായിരിക്കും. അങ്ങനെ നമ്മുടെ ലഞ്ച് റെഡിയായി. ചോറും നമ്മുടെ ചിക്കൻ റോസ്റ്റും പരിപ്പ് കറിയായിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ പോവുകയാണ്. നല്ല മഴയുണ്ട് കേട്ടോ പുറത്ത്. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചതിന് ശേഷം ഇവിടെ ഒരാൾ മൂടി ഇങ്ങനെ ഇരിക്കണം. ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് മഴ പെയ്യുന്നത് കേട്ടോ. മഴ വരും പിന്നെ അങ്ങ് പോവും. അങ്ങനെ നല്ല മഴ പെയ്യാറില്ലായിരുന്നു. അങ്ങനെ ഇന്ന് നല്ല മഴ കിട്ടി. അങ്ങനെ ഞങ്ങളെല്ലാവരും പുറത്ത് ഇങ്ങനെയും മഴയും കണ്ടിങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ. ഒത്തിരി ദിവസത്തിന് ശേഷം മഴ കിട്ടുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കും അല്ലേ. അങ്ങനെ ഞങ്ങൾ അതൊക്കെ കണ്ട് അങ്ങനെ ഇരുന്ന് പിന്നെ നമുക്ക് സ്നാക്സൊക്കെ റെഡിയാക്കാണ്ടല്ലോ, അങ്ങനെ അതുണ്ടാക്കാമെന്ന് പറഞ്ഞ് ഞാൻ പിന്നെ അങ്ങ് കിച്ചണിൽ പോയി. നമ്മൾ അരി വെള്ളത്തിലിട്ടിരുന്നില്ലേ, അപ്പം അതൊന്ന് കുതിർന്ന് നല്ലതായിട്ട് വന്ന് രാവിലെ ഇട്ടതല്ലേ, നമ്മൾ പച്ചരി എടുക്കുന്ന സമയത്തേക്കാളും ഇരട്ടി വേണം ഇത്. അങ്ങനെ അത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അരച്ചെടുക്കുക കേട്ടോ. നല്ലതായിട്ട് ഇതുപോലെ അരച്ചെടുക്കുക. ഇനിയിപ്പോൾ ഇതൊക്കെ ബുദ്ധിമുട്ടുള്ളവർക്ക് നമുക്ക് സാധാ പച്ചരിപ്പൊടി ഉണ്ടെങ്കിൽ അതായാലും എടുക്കുക. അപ്പം ഞാൻ പച്ചരിക്ക് പകരം ഇതുപോലെയുള്ള അരിയൊക്കെ കയ്യിലുള്ളവർക്ക് ചെയ്യാൻ വേണ്ടിയാണ്. ഇനി ആ മാവിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കുക, അല്പം ഉപ്പും കൂടെ ഒഴിച്ച് നല്ലതായിട്ട് കുഴച്ച് എടുക്കുക. കുഴച്ച് ഇതിലേക്ക് നമുക്ക് കുറച്ച് അരിപ്പൊടിയോ, ഇത് ഞാൻ ഇപ്പോൾ റാഹിപ്പൊടിയാണ് എൻ്റെ കയ്യിലുണ്ടാകുന്നത്, അതിട്ട് കൊടുക്കുക. ഇനി ഇതിനെ നല്ല കുഴച്ച് ഇതുപോലെ ബോളാക്കി എടുക്കുക. ഈ പരുവത്തിലാക്കി എടുക്കട്ടെ. നമ്മൾ എന്തായാലും മിക്സിയിൽ അരയ്ക്കുമ്പോൾ ഈ രീതിയിൽ കിട്ടൂലല്ലോ, അതുകൊണ്ടാണ്. ഇനി അതങ്ങ് മാറ്റി വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഫില്ലിങ് തയ്യാറാക്കുക. അപ്പോൾ ഇത് ഞാൻ കുറച്ച് ശർക്കര പാനി എടുത്തിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിൽ ഞാൻ ചക്ക ഉണ്ടല്ലോ, നമ്മുടെ ഇപ്പോൾ ചക്ക സീസണല്ലേ, അപ്പോൾ എല്ലാവരുടെ വീട്ടിലും കാണുമല്ലോ. അപ്പോൾ അതൊക്കെ ഒന്ന് വേസ്റ്റ് ആവാതിരിക്കാൻ വേണ്ടി ഞാൻ ഇതിലേക്ക് ചക്കയും കൂടെ ഒന്ന് അരച്ച് ചേർത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ചക്ക ഇല്ലെങ്കിൽ നമുക്ക് പഴം ഉണ്ടല്ലോ, പഴം വേണമെങ്കിൽ ഇതുപോലെ ചേർക്കാം. ഇനി പഴം ഇല്ലെങ്കിലും കുഴപ്പമില്ല, ഇതുപോലെ തേങ്ങയും ശർക്കരയും മാത്രം മതി. ഇനി ഇതുപോലെ നല്ലതായിട്ടൊന്ന് തിളപ്പിച്ച് എടുക്കുക. ഇനി തീ ഒന്ന് ഓഫ് ചെയ്ത് വയ്ക്കുക കേട്ടോ, കുറച്ച് വയ്ക്കുക. ഓഫ് ചെയ്യേണ്ട, കുറച്ച് വയ്ക്കുക കേട്ടോ. എന്നിട്ട് നല്ലതായിട്ട് ഇതുപോലെ വറ്റി വരണം കേട്ടോ. ഇതാണ് പരുവം. ഇനി തീ ഓഫ് ചെയ്യുക. അപ്പോൾ ഇത് തണുക്കുമ്പോൾ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഇപ്പം ചക്കയൊക്കെ ഉള്ളപ്പോൾ അത് കളയാതെ എടുക്കുക. നമുക്ക് ചക്ക കിട്ടുന്നതുകൊണ്ട് കുഴപ്പമില്ല കേട്ടോ. ചക്ക കിട്ടാത്ത വിദേശത്തൊക്കെ അവർക്ക് ഭയങ്കര ഇതായിരിക്കും. ചക്ക അവർ നല്ല എമൗണ്ട് കൊടുത്തായിരിക്കും വാങ്ങിക്കുന്നത്. അങ്ങനെ ഇതുപോലെ കുട്ടികൾക്കൊക്കെ നല്ലതാണ്. ചക്ക ഒട്ടും വിഷമൊന്നും ഇടാത്ത ഒരു ഐറ്റമല്ല, ഫ്രൂട്ട്സ് ആണല്ലോ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം ഏതെങ്കിലുമൊക്കെ രീതിയിൽ അവരെ കഴിപ്പിക്കുക. അങ്ങനെ നല്ലതായിട്ട് വഴറ്റി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മാത്രമായിട്ട് വേണമെങ്കിലും കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അല്പം നെയ്യും കൂടെ ചേർത്ത് വേണമെങ്കിലും കുട്ടികൾക്ക് കൊടുക്കാൻ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. ഇനി ഇത് മാറ്റി വെച്ചിട്ട് നമ്മുടെ മാവുണ്ടല്ലോ, അതിൽ നിന്ന് ഒരു ബോൾ എടുക്കുക കേട്ടോ. ഒരു ചെറിയ ബോളെടുത്ത് ഒരു വാഴയിലയിലേക്ക് പരത്തിയെടുക്കുക. ഇതുപോലെ ഒന്ന് നല്ലതായിട്ട് നൈസായിട്ട് പരത്തേട്ട. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള കൂട്ടുണ്ടല്ലോ ചക്കയുടെ, ആ കൂട്ട് കുറച്ച് വെച്ചിട്ട് വീണ്ടും വേറൊരു വാഴയിലയിൽ വീണ്ടും മാവ് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കുക. പരത്തിയെടുത്തിട്ട് നമുക്ക് ഇതിൻ്റെ മീതെ ഒന്ന് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പം ലെയറായിട്ട് വെച്ച് കൊടുക്കുക. ഇപ്പം നമുക്ക് എത്ര ലെയറാണോ വെച്ച് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ 2 ലെയറാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതിൻ്റെ മീതെ വേണമെങ്കിലും ഫില്ലിങ് വെച്ചിട്ട് വീണ്ടും ഇതുപോലെ പരത്തി വീണ്ടും വെച്ച് കൊടുക്കുക. അപ്പം ഞാൻ ഇത് 2 ലെയറായിട്ട് എടുത്തിട്ടുള്ളൂ കേട്ടോ. പിന്നെ ബാക്കി കുറച്ച് മാവുണ്ടായിരുന്നു, അത് നമ്മൾ ബോണ്ട ഉണ്ടാക്കുമല്ലോ, ഉരുള ആക്കിയിട്ട് അതിനകത്ത് കൊഴുക്കട്ട പോലെ അതിനകത്ത് ഫില്ലിങ് നിറച്ച് അങ്ങനെ ചെയ്തു. അപ്പോൾ എൻ്റെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും, സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓണാക്കി വയ്ക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനൊക്കെ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും കേട്ടോ. ഞാൻ ബാക്കി മാവെല്ലാം ഇതുപോലെ ബോളാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റീമറിൽ വെച്ച് ആവിയേറ്റി എടുക്കാം കേട്ടോ. അങ്ങനെ ഒരു 20 മിനിറ്റ് ആവിയേറ്റി എടുക്കുക. അപ്പം നമ്മളിതാ സ്നാക്സ് റെഡിയായി. ഞാൻ പറഞ്ഞ പോലെ നമുക്ക് അരിപ്പൊടിയിൽ വേണമെങ്കിൽ ഉണ്ടാക്കാം, ഗോതമ്പ്, മൈദ ഏതിൽ വേണം ഉണ്ടാക്കാം കേട്ടോ. അപ്പം നല്ലതായിട്ട് ഇതുപോലെ കട്ട് ചെയ്ത് എടുത്ത് നല്ല ഹെൽത്തി ആയിട്ടുള്ള 4 മണി പലഹാരം
റെഡിയായി. നല്ല ടേസ്റ്റായിരുന്നു കേട്ടോ. നല്ല തണുത്തതിന് ശേഷം കഴിക്കുമ്പോൾ ആ ഫില്ലിങ്ങൊക്കെ അടിപൊളിയായിരുന്നു. ഞങ്ങൾ ചായ കുടിച്ച് പിന്നെ വൈകുന്നേരം ചിക്കനൊക്കെ ഉള്ളതുകൊണ്ട് ഇന്ന് ബ്രെഡായിരുന്നു കേട്ടോ. ബ്രെഡ് സാധാരണ ബ്രെഡ് അല്ലെങ്കിൽ പുട്ടായിരിക്കും ഞങ്ങൾ രാത്രി ഉണ്ടാക്കുക ചിക്കൻ ഉണ്ടെങ്കിൽ. അങ്ങനെ ഇന്ന് ബ്രെഡൊക്കെ വാങ്ങിച്ച് അങ്ങനെ അതൊക്കെ കൂട്ടി കഴിച്ചു. അപ്പോൾ ഇന്നത്തെ വീഡിയോയും വിശേഷം ഇത്രയൊക്കെ. അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.